അള്ളാഹുവിന്റെ റസൂലിനെ ഏറ്റവും അധികം സ്നേഹിച്ച, അത് ഏറ്റവും മനോഹരമായി പ്രകടിപ്പിച്ച, അത് വരും തലമുറകൾക്ക് കലർപ്പില്ലാതെ കറയില്ലാതെ പകർന്നു നൽകിയ ആ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും മാർഗത്തെയാണ് നാം അനുഗമിക്കുന്നത്. അത് നബിദിനാഘോഷം ആചരിക്കുന്ന മാർഗമല്ല, നബിദിനാഘോഷം ആചരിക്കാത്ത അതിനെ ഒഴിവാക്കുന്ന മാർഗമാണ്. ആ മാർഗത്തിലാണ് നബിദിനാഘോഷം കൊണ്ടാടാത്തവരുള്ളത്. അള്ളാഹു പിൻപറ്റാൻ പറഞ്ഞ കിതാബിന്റെയോ സുന്നത്തിന്റെയോ വഹീന്റെയോ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് ബിദ്അത്താണ്, നമുക്കിത് പിൻപറ്റാൻ യോഗ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ശ്വസിക്കുന്ന, നമ്മുടെ സിരയിലോടുന്ന, നമ്മുടെ ജീവനാഡിയേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ നെഞ്ചോട് ചേർത്ത് പറയുന്നുവെങ്കിലും ആ സ്നേഹത്തിന്റെ ഭാഗമായി ഈ നബിദിനം നമ്മൾ ആഘോഷിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലില്ല, ഇവിടുത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തിൽ ഇതിനൊരു സൂചന കൊണ്ടുപോലും പ്രോത്സാഹനമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ തലമുറ എന്റെ തലമുറ എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത്, അവരുടെ തലമുറ. ഏറ്റവും നന്നായി അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചവർ, അവിടുത്തെ പിൻപറ്റിയവർ, ആ സ്നേഹം ഏറ്റവും മനോഹരമായി പ്രകടിപ്പിച്ചവർ ആ റസൂലിന്റെ സ്വഹാബത്താണ്. ശേഷം സുമ്മല്ലദീന യലൂനഹും, അവരുടെ പാഠശാലയിൽ നിന്ന് ദീൻ പഠിച്ച ശിഷ്യന്മാരായ താബിഈകൾ, പിന്നെ അവരാണ് സുമ്മല്ലദീന യലൂനഹും, പിന്നീട് ആ സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങൾ. ഇവരാണ് മാനവരാശിയിൽ ഏറ്റവും ഉത്തമർ. ഈ ദീനെ മനോഹരമായി മനസ്സിലാക്കിയവർ, വ്യക്തമായി നടപ്പിലാക്കിയവർ, നമുക്ക് കറയില്ലാതെ കലർപ്പില്ലാതെ പകർന്നു തന്നവർ. അവർക്കിത് പരിചയമുണ്ടോ?